So how was the movie? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കോംബോ ലൈക്ക് പ്രണാഫ്? അടിപൊളിയായിരുന്നു. നിവിൻ പോളി സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. വേറെ ലെവലായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് വേറൊരു മൂഡിലായിരുന്നു. പക്ഷേ വിനീതേട്ടൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പടം എന്തായാലും ഉണ്ട്. ഒരുപാട് മൊമെന്റ്സ് ഉള്ള നല്ല സിനിമ. ഹൃദയമൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും ഈ ഒരു പടത്തിന്? ഡിഫറെന്റ് ആണ്. അതുപോലത്തെ ഒരു ജോണർ ഡിഫറെന്റ് ആണ്. വിനീതൻ സാധാരണ കുറച്ച് ഇത് കുറച്ചുകൂടെ ഒരു മൂവീസിനെ കുറച്ചും കൂടി അവര് പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിന്റെ ഒരു കോർ ആക്ച്വലി അങ്ങനെയാണ്. സിനിമ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മധുരാശി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര മാജിക്കലായിട്ട് ഉദയനയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ട അതുപോലൊക്കെ തോന്നുന്നുണ്ട് പല സ്ഥലത്തും. ആണല്ലേ? അതുപോലെ തന്നെ വിനീതേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഇനിയൊരു പടം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ചെന്നൈയെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ചെന്നൈ ബേസ് ചെയ്ത് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതിന്റെ മാക്സിമം ഈ പടത്തിന് ചെന്നൈയെ കാണിക്കുന്നുണ്ടോ? ഈ പടത്തിനകത്ത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിനീതൻ സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു സിനിമയെക്കുറിച്ചും ചെന്നൈയെക്കുറിച്ചുള്ള ഇമോഷനൊക്കെ കൂടുതലും സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്ക് ചെന്നൈയാണ് പറയുന്നത്. സോ അത് മൊത്തം വിനീതന്റെ മനസ്സ് വാക്കുകളൊക്കെ സിനിമയിൽ ഉണ്ട്. താങ്ക് യു.